ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വന സീരിയലിന്റെ നാളത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഈ സാന്ത്വനത്തിന്റെ തമിഴ് വേർഷന്റെ ഭാഗമാണ് പറയാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തിലൂടെയാണ് ഇപ്പൊ മലയാളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം എന്തായാലും നമുക്ക് മലയാളത്തിലും കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. അങ്ങനെ ആര്യനും ആകാശും ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും മീനാക്ഷിയും ബാലനും കൂടി പറയുന്നുണ്ട്, അത് വേറൊന്നുമല്ല, ദേവിയെടുത്തേക്ക് ഒരു അപകടം പറ്റിയെന്ന് പറയാണ്. ദേവിയെടുത്തേക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് ആകാശ് ചോദിക്കുമ്പോൾ ദേവി സേഫ് ആണ് എന്ന് ബാലൻ പറയുന്നുണ്ട്. ആര്യം ചോദിക്കണ്ട്, അപ്പൊ കുഞ്ഞോ എന്ന് ചോദിക്കുമ്പോഴേക്കും ബാലൻ പറയുന്നുണ്ട്, കുഞ്ഞു പോയി എന്ന് പറയാണ്. അച്ഛൻ എന്താ പറഞ്ഞത്? കുഞ്ഞു പോയെന്നോ? അതെ, കുഞ്ഞു പോയി എന്ന് പറയുമ്പോ തന്നെ ആകാശ് പൊട്ടിക്കരഞ്ഞ് അവിടെ ഇരിക്കട്ടോ. ഈശ്വര എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയാണ്. അപ്പൊ മീനാക്ഷി ആകാശിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ആര്യനാണെങ്കിൽ ഇങ്ങനെ പൊട്ടിക്കരയുന്ന ടൈപ്പ് അല്ലല്ലോ ആര്യൻ, എന്നാലും മാക്സിമം വിഷമം പിടിക്കാൻ പറ്റാവുന്നത്ര പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ ആ കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആകാശം പൊട്ടിക്കരയാണ്. അങ്ങനെ ആര്യനും പൊട്ടിക്കരയുന്നുണ്ട്. രണ്ടുപേരും ഭയങ്കര കരച്ചിലാണ്. അപ്പൊ അത് കണ്ടിട്ട് ബാലൻ പറയുന്നുണ്ട്, മക്കളെ നിങ്ങൾ ഇങ്ങനെ വിഷമിക്കല്ലേ, എന്താണ് ആനന്ദിന്റെ അവസ്ഥ വളരെ മോശമാണ്, നിങ്ങൾ വേണം അവനെ ധൈര്യമൊക്കെ കൊടുത്ത് പഴയ രീതിയിലേക്ക് ആക്കാനായിട്ട്. അവനാണെങ്കിൽ ദേവിനെ കാണാൻ പോലും കൂട്ടാക്കുന്നില്ല. ദേവി മോളാണെങ്കിൽ ബോധം വന്നപ്പം മുതൽ ആനന്ദേട്ടനെ കാണണം, ആനന്ദേട്ടനെ കാണണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവനാണെങ്കിൽ ദേവിനെ കാണാൻ പോകുന്നില്ലെന്നാ പറയണത്. ആരെയും ചോദിക്കണ്ട, ആനന്ദേട്ടൻ എന്താ വെച്ചാ അങ്ങനെയൊക്കെ പറയണത്? ദേവിയെടുത്തിന്റെ മാനസികാവസ്ഥ ആനന്ദേട്ടൻ എന്താ മനസ്സിലാക്കാത്തത്? ആനന്ദേട്ടനെക്കാളും ആ കുഞ്ഞിനെ വയറ്റിൽ ചുമന്ന് നടന്നത് ദേവിയെടുത്തിയല്ലേ? അപ്പൊ ദേവിയെടുത്തിരിക്കല്ലേ കുറച്ചുകൂടി കൂടുതൽ വിഷമം ഉണ്ടാവുള്ളൂ. എന്തുമാത്രം വേദന ആ പാവം ഇപ്പൊ സഹിക്കുന്നുണ്ടാകും. ഒന്ന് ആലോചിച്ച് നോക്ക്, ആനന്ദേട്ടൻ എന്തിനാ ഇങ്ങനത്തെ ഒരു ക്രൂരത കാണിക്കണത്? ഈ സമയത്ത് താങ്ങും തണലായിട്ട് രണ്ടുപേരും നിൽക്കേണ്ടതല്ലേ? അപ്പൊ ആകാശ് പറയണ്ടേ, ഞങ്ങൾ സംസാരിക്കാച്ച ആനന്ദേട്ടനോട് എന്ന് പറയണം. അങ്ങനെ ആര്യനും നമ്മുടെ ആകാശും കൂടി ചേർന്ന് ആനന്ദിന്റെ റൂമിലേക്ക് പോവാണ്. ആനന്ദ് അവിടെ കരഞ്ഞോണ്ടിരിക്കുകയാണ്. ആകാശിനെ ആര്യനെ കാണുമ്പോൾ ആനന്ദ് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാട്ടോ. ആര്യം പറയണ്ടേട്ടാ, സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചു പോയി, ഇത് ആരുടെയും തെറ്റോ കുഴപ്പമോ ഒന്നുമല്ല എന്ന് ആര്യം പറയുമ്പോ ആനന്ദ് പറയുന്നു, ആര് പറഞ്ഞിടാ നിന്റെ അടുത്ത് ഇത് ആരുടെയും തെറ്റും കുഴപ്പമില്ലെന്ന്? ഇത് അവളുടെ മാത്രം തെറ്റാണ്, അവളുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് മാത്രം സംഭവിച്ചതാണ്. ആകാശ് പറയണ്ടേട്ടാ, എടുത്ത് നല്ല ശ്രദ്ധയോടു കൂടി തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണത്, ഞങ്ങൾ കാണുന്നതല്ലേ. പിന്നെ ഇത് ചിലപ്പോ വിധി ഉണ്ടാവില്ല ഏട്ടാ, അതുകൊണ്ടായിരിക്കും. നമുക്ക് വിധിച്ചത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ആനന്ദ് പറയണ്ടേട്ടാ, അതൊക്കെ വെറുതെ ആടാ. നമ്മൾ ആഗ്രഹിച്ച, നമ്മുടെ ആണെന്ന് വിചാരിച്ച, നമ്മുടെ സ്വന്തമാണെന്ന് വിചാരിച്ച, നമ്മൾ പൂർണ്ണമായിട്ട് അതിലേക്ക് ആഗ്രഹിച്ച നമുക്കത് നേടിയെടുക്കാൻ പറ്റും. ദേവിക്ക് ഒരു ഇതും ഉണ്ടായിരുന്നില്ല, ആകെ ഒരു ഇതും ഇല്ലാതെ ഭക്ഷണ സമയത്ത് കഴിക്കില്ല, നോട്ടില്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. കഴിഞ്ഞ ദിവസം പോലും റൂമിൽ വെച്ച് പോലും അവള് വീഴാനായിട്ട് പോയി. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞാണ്, ശ്രദ്ധിക്കണം ദേവിയെ, ശ്രദ്ധിക്കണമെന്ന്. ഇപ്പൊ ബാത്റൂമിലെ മാറ്റിൽ ചവിട്ടി അവൾ നിലത്തേക്ക് വീണത്, അവക്കൊന്നും സംഭവിച്ചില്ല. അവള് പയറുമണി പോലെ അപ്പുറത്തെ റൂമിൽ ഇരിപ്പുണ്ട്. എന്റെ കുഞ്ഞ് എനിക്ക് നഷ്ടപ്പെട്ടത്. ആകാശ് പറയണ്ടേ, ഏട്ടൻ എന്തൊക്കെയാ പറഞ്ഞ? ഏട്ടന്റെ കുഞ്ഞോ? ഏട്ടന്റെ മാത്രല്ല, അത് ദേവിയത്തിനെ കൂടി കുഞ്ഞാണ്, നമ്മുടെ എല്ലാവരുടെയും കുഞ്ഞുവാവയല്ലേ. നമ്മളെ ഓരോരുത്തരും ഓരോരോ ആഗ്രഹങ്ങൾ കണ്ടതല്ലേ. അതെ, അതെല്ലാം നശിപ്പിച്ചത് അവളാ, ദേവി. അവളോട് ഞാൻ ക്ഷമിക്കില്ല. ആരെയും പറയണ്ടേ, എന്താ ഏട്ടന് കുഞ്ഞ് നഷ്ടപ്പെട്ടപ്പോ സ്വയം ബോധം നഷ്ടപ്പെട്ടു പോയോ? ദേവിയെടുത്ത് എന്ത് തെറ്റാ ചെയ്തത്? നോക്ക്, ദേവിയെടുത്തിന അവിടെ ഇടവും വലവും ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മയും മീനാക്ഷി എടുത്തി എല്ലാവരും. നമ്മൾ പോലുള്ള സമയത്ത് ദേവിയെടുത്തിനെ ശ്രദ്ധിക്കാറുണ്ട്. ഇത് ആരുടെയും പെശക കൊണ്ടിട്ടല്ല. ആനന്ദേട്ടൻ മനസ്സിലാക്ക് പ്ലീസ്. ആനന്ദേട്ടൻ മുഖം ഒന്ന് കഴുകിയിട്ട് വന്നിട്ട് ദേവിയെടുത്തി ആനന്ദേട്ടനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് മാറി നിൽക്കരുത്. ദേവിയെടുത്തേക്ക് അത് വലിയൊരു ആശ്വാസവും ആനന്ദേട്ടനുള്ളത്. എനിക്ക് അവളെ കാണണ്ട, ഞാൻ അവളെ കാണത്തേയില്ല. അപ്പൊ ആകാശ് പറഞ്ഞ, ആര്യ എന്തൊക്കെയാണ് ഈ ഏട്ടൻ പറയണത്? ദേവിയെടുത്തിന് എന്താ ഏട്ടൻ കാണാത്തത്? എനിക്ക് അവളെ വെറുപ്പാണ്, അതെന്റെ കാര്യം. ഇങ്ങനെയൊന്നും പറയല്ല കേട്ടോ. നോക്ക്, ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് ആരുടെയും കുഴപ്പം കൊണ്ടല്ല, അതെ അവളുടെ കുഴപ്പമാണ്. ഞാൻ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇത് മാപ്പ് തരില്ല, ഞാൻ സഹിക്കില്ല, അവൾക്ക് ഒരിക്കലും ഞാൻ മാപ്പ് കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ പ്രാന്ത് പിടിച്ചു പോലെ ഇരിക്കുകയാണ്. അപ്പൊ ആകാശ് ആര്യനോട് പറയണ്ടേടാ, നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം, ചേട്ടൻ കുറച്ചിട്ട് ഇരിക്കട്ടെ, കുറച്ച് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാണ്. മീനാക്ഷിയും ബാലനും വന്ന് ചോദിക്കണ്ട, ആനന്ദ് എന്തു പറഞ്ഞു എന്ന് ചോദിക്കുമ്പോ ആര്യം പറയണ്ട്, ദേവിയെടുത്തിലെ ദേഷ്യം മുഴുവൻ. മീനാക്ഷി ചോദിക്കണ്ട്, ദേവിയെടുത്തിന് എന്ത് ചെയ്തു? അല്ല, ദേവിയെടുത്തിന് ശ്രദ്ധക്കുറവ് കൊണ്ടാണ് കുഞ്ഞു പോയതെന്നും ദേവിയെടുത്തത് വെറുപ്പാണെന്നൊക്കെ ആനന്ദേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാലൻ പറയുന്നുണ്ട്, ഇത് അവിടെ വെള്ളം കിടക്കണ്ടായിരുന്നു, ദേവിയല്ല ഇട്ടത്, ആ വെള്ളം അറിയാണ്ട് അവിടെ എന്തോ കിടന്നു, അപ്പൊ ദേവി അറിയാണ്ട് കാല് സ്ലിപ്പായതാണ്. ഈ സമയത്ത് ചില തലകറക്കമൊക്കെ വരോലാടാ, അതുകൊണ്ട് തല കറങ്ങിയിട്ട് പാവം വീണു പോയതായിരിക്കും.
അച്ഛൻ ഞങ്ങൾക്ക് മനസ്സിലാവും, പക്ഷെ ആനന്ദേട്ടന്റെ സ്വഭാവം അറിയാലോ. ആനന്ദേട്ടൻ അത് തലയെ വെച്ച് നടക്കുകയായിരുന്നു. ദേവിയെടുത്തി വയറ്റിലാണ് കുഞ്ഞെ ചുമന്നിരുന്നുണ്ടെങ്കിലും ആനന്ദേട്ടൻ തലയിലും ഹൃദയത്തിലൊക്കെ ആ കുഞ്ഞെ ഹൃദയത്തിലിട്ട് വളർത്തുമായിരുന്നു. അപ്പൊ ആ നഷ്ടപ്പെട്ട് നടപ്പോ സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. കുഴപ്പമില്ല അച്ഛാ, കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും. അല്ല, നിങ്ങൾ ദേവിയെടുത്തിനെ കാണുന്നില്ലേ എന്ന് മീനാക്ഷി പറയുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ വയ്യ. ദേവിയെടുത്തി വല്ലാത്തൊരു വിഷമത്തിലായിരിക്കും. ആ സമയത്ത് നമുക്ക് കാണാൻ വയ്യ മീനാക്ഷി. മീനാക്ഷി പറയുന്നുണ്ട്, നോക്ക്, നിങ്ങൾ ഈ സമയത്ത് ദേവിയെടുത്തിനെ കൂടെ നമ്മൾ എല്ലാവരും വേണം. നോക്ക്, ഇതിൽ നിന്നൊക്കെ ദേവിയെടുത്തേക്ക് റിക്കവർ ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്നേഹം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. നോക്ക്, എത്രയോ പേർക്ക് ഇതുപോലെയൊക്കെ സംഭവിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് വീണ്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ലേ? ഇതൊക്കെ അത്രയും രീതിയിൽ കണ്ടാൽ മതി. ആ കുഞ്ഞ് നഷ്ടപ്പെട്ടെങ്കിൽ ആ കുഞ്ഞ് തന്നെ ദേവിയെടുത്ത വയറ്റിൽ ഉടനെ തന്നെ ജനിക്കും. ആ ഒരു വിശ്വാസത്തോടെ നമ്മൾ വേണം ആ വിശ്വാസം ദേവിയെടുത്തേക്ക് കൊടുക്കാനായിട്ട് എന്നൊക്കെ മീനാക്ഷി പറയാണ്. അങ്ങനെ ആര്യനും ആകാശവും വിഷമത്തോടു കൂടി തന്നെ ദേവിയുടെ റൂമിലേക്ക് കയറുന്നുണ്ട്. ദേവി പറയുന്നുണ്ട്, നിങ്ങളെ കൊച്ചച്ചാന്ന് വിളിക്കാനൊന്നും ആ കുഞ്ഞ് ഉണ്ടാവില്ല. ആര്യം പറഞ്ഞില്ല ഡെലിവറിക്ക് പോകുമ്പോ കുഞ്ഞിനെ കൊണ്ടുപോകുമെന്ന്, പാട്ട് പാടി കൊടുക്കുമെന്ന്. ആര്യം നന്നായിട്ട് പാട്ട് പാടും കേട്ടോ, പക്ഷെ ആ പാട്ട് കേൾക്കാനേ ആ കുഞ്ഞില്ലടാ എന്ന് പറയുമ്പോ ആര്യം കരയാണ്. ആകാശിനോട് പറഞ്ഞിട്ട്, ആകാശേ, ഇതേ പുതിയ സൂപ്പർ മാർക്കറ്റ് തുടങ്ങുമ്പോ കുഞ്ഞിനെ കൊണ്ട് അവിടെ ഇരുത്തോന്നൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? പക്ഷെ ഇനിയിപ്പോ ആ കുഞ്ഞില്ലടാ എന്നൊക്കെ പറയുമ്പോ അവര് രണ്ടുപേരും കരയാട്ടോ. എടുത്തി ഇങ്ങനെ വിഷമിക്കണ എന്തിനാണ്? അല്ല, ആനന്ദേട്ടൻ എന്താണ് വരാത്തത്? ആനന്ദേട്ടൻ ആകെ വിഷമത്തിലാണ് ചേച്ചി. ആനന്ദേട്ടൻ ഇത് കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല, ദേവിയെടുത്ത് വീണെന്ന് മാത്രമേ അറിഞ്ഞുള്ളൂ. എന്നിട്ട് പോലും അത് സഹിക്കാൻ കഴിഞ്ഞില്ല. ദേവിയെടുത്തിനെ ഫേസ് ചെയ്യാൻ പറ്റാണ്ട് എവിടെയൊക്കെയോ നടക്കുന്നുണ്ട്. ആനന്ദേട്ടൻ ഒന്ന് വിളിക്കേ, എനിക്ക് കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവരൊക്കെ പറയണ മുമ്പ് തന്നെ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ആനന്ദ് ദേവിനെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. രണ്ട് വർത്താനം പറയാൻ. നീ അല്ല എന്റെ കുഞ്ഞ് ഇല്ലാതാക്കിയെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവ കാണാൻ വേണ്ടി വരുന്നത്. എന്നിട്ട് ദേവിനെ ഒരുപാട് കുറ്റപ്പെടുത്തും കേട്ടോ. വീട്ടില് ദേവി കാലെടുത്ത് കുത്തിയില്ല. അതായത് ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു ഡിസ്ചാർജ് ആയി ദേവി ദേവമംഗലത്തേക്ക് തിരിച്ച് കയറാൻ വേണ്ടി കാലെടുത്ത് കുത്തുമ്പോഴേക്കും ആനന്ദ് എന്താ ചെയ്യാന്ന് വെച്ചാൽ ദേവിയുടെ പെട്ടിയും അതുപോലെ തന്നെ സാധനങ്ങളും എല്ലാം, സാരിയും എല്ലാ സാധനങ്ങളും എടുത്ത് വലിച്ച് എറിഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഇനി ഇവിടെ വേണ്ട, പൊയ്ക്കോ എന്ന് പറയാണ്. അപ്പോഴും ദേവിയുടെ അച്ഛനും അമ്മയും ഇവർ അറിഞ്ഞിട്ടില്ല. അപ്പോ ദേവി ആകെ ഷോക്കാവാണ്. ബാലനും ഗോമതിയുടെ ആനന്ദ് മിണ്ടാതിരിടാന്ന് പറയുമ്പോ, ഞാനിതിനെ മിണ്ടാതിരിക്കണം, എന്റെ കുഞ്ഞെ നശിപ്പിച്ചത് ഇവളാണ്, ഇവള് മനഃപൂർവ്വം ചെയ്തതായിരിക്കും. ദേവി പൊട്ടിക്കരയാട്ടോ. അപ്പൊ മീനാക്ഷി ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ മീനാക്ഷി, വേണ്ട, അലോകാണെന്ന് പറയല്ലേ എടുത്തി, കാരണം അലോകാണെന്ന് പറഞ്ഞപ്പോ ഇവരെല്ലാരും കൂടി അവിടെ പോയി വെട്ടിക്കൊല്ലാനൊക്കെ നിൽക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് കുറച്ച് നോക്കിയായിട്ട് പറയാന്നാണ് മീനാക്ഷി വിചാരിച്ചത്. പക്ഷെ ആനന്ദ് അതിനു മുമ്പ് എടുത്തു ചാടി ദേവിനെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാനുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അതിനുശേഷം ദേവി പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ പൊയ്ക്കോളാം എന്ന് പറയുമ്പോ മീനാക്ഷിയും അതുപോലെ തന്നെ ഗോമതിയും ബാലനും ആര്യനും അതുപോലെ തന്നെ ആകാശൊക്കെ പറയുന്നുണ്ട്, ദേവിയെടുത്ത് ഇപ്പൊ സ്വന്തം വീട്ടിലല്ല ഇവിടെയാണ് നിൽക്കേണ്ടത്. ഇവിടെ ഇത്രയും പേരുണ്ട് ദേവിയെടുത്തിനെ സമാധാനിപ്പിക്കുക. വീട്ടിലാണെങ്കിൽ ദേവാനു സാറും അമ്മയും മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ദേവിയെടുത്ത് ഇവിടെ നിന്നാ മതി എന്ന് പറഞ്ഞിട്ട് അവരെല്ലാരും കൂടി ദേവിനെ അവിടെ തന്നെ പിടിച്ചു നിർത്താണ്. പക്ഷെ ആനന്ദ് ദേവിനെ മാക്സിമം ഇങ്ങനെ വെറുപ്പിക്കാട്ടോ. ദേവിനെ ഒരുപാട് ദ്രോഹിക്കുന്നുണ്ട്. ദേവിനെ എന്താ പറയുക, ഒന്നും ശ്രദ്ധിക്കുന്നില്ല. മുമ്പാണെങ്കിൽ ദേവി 5 മിനിറ്റ് കൂടുമ്പോ ഭക്ഷണം കഴിച്ചു, അത് കഴിച്ചു, ഇത് കഴിച്ചെന്ന് ചോദിച്ചിരുന്ന ആനന്ദ് ആകെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മാറി. എന്നിട്ട് ഭയങ്കരമായിട്ട്, നീ കാണുവാണ്, നീ കാണുന്ന എന്റെ സ്വപ്നങ്ങൾ പോയി എല്ലാം നശിപ്പിച്ച് എന്റെ ജീവിതം തകർത്തത് പോലും നീയാണ് എന്നൊക്കെ പറഞ്ഞ് പിന്നെയും പ്രശ്നം ഉണ്ടാക്കാണ്. പിന്നെ ആനന്ദ് പിന്നെയും ഭീഷണിപ്പെടുത്തുന്നുണ്ട് ദേവീനെ. നീ ഒന്നുമില്ലാതെ കുടുംബത്തിലാണെന്നും, നീ നുണച്ച് പാറുവാണെന്നും, എന്നെക്കാളും പ്രായം കൂടുതലാണെന്നും, SSLC തോറ്റതാണ് നീയെന്നും ഒക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് പിന്നെയും പഴയ പോലെ ഭീഷണിപ്പെടുത്തലും ആവും കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ഭാഗം തമിഴിലും ഉണ്ട് ഏറെ കുറെയൊക്കെ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാൻ. ടേക്ക് കെയർ, ബൈ ബൈ.